ഹായ്, ഇന്ന് നമുക്ക് മീനും ഇറച്ചിയൊന്നും കിട്ടാത്ത ടൈമിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഊണ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ നാടൻ കറിയായതുകൊണ്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കറിവേപ്പില ഒന്ന് മൂത്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കറിവേപ്പിലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ പച്ച കളറും അതുപോലെ ചുവപ്പും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഏത് വഴുതല വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് കട്ടിയായിട്ടല്ല, എന്നാൽ വളരെ കട്ടി കുറച്ചുമല്ല ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ വഴുതനങ്ങയും മുളകും ഒക്കെ നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങയും മുളകും എല്ലാം നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഒരു നുള്ള് കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാളൻ പുളിയാണ് പിഴിഞ്ഞതെടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പുളിയിൽ കിടന്ന് നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. അത് നമുക്കിതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചോറിന് വേണ്ടിയാണ് ഞാനിതെടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ചാറ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. മസാലയും പുളിയും എല്ലാം തന്നെ നമ്മുടെ വഴുതനങ്ങയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയം പുളിയോ ഉപ്പോ കുറവാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി കറിയാണ്. ഇപ്പോൾ മീനോ ഇറച്ചിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഈ കറി തയ്യാറാക്കിക്കോളൂ. വളരെ ടേസ്റ്റിയായ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാനറ്റ് എന്ന എൻ്റെ ആ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തന്നെ. ഒരുപാട് നന്ദി എല്ലാവർക്കും.